സിനിമയിൽ ഇങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു സാറും അരവിന്ദനും തമ്മിലുള്ള എന്തോ ചെറിയൊരു ആശയക്കുഴപ്പം. ഞങ്ങളൊന്നും യാതൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ അരവിന്ദിന്റെ പ്രൊമോട്ടേഴ്സായിട്ട് നടക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെ ഫാൻ അപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല. എനിക്ക് അരവിന്ദനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സിൽബന്ധികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, സിൽബന്ധികളായിരിക്കണം. എനിക്ക് നേരിട്ട് പ്രശ്നമൊന്നുമില്ല. അരവിന്ദന്റെ സിനിമകളെ കുറിച്ച് അടൂർ സാർ നടത്തിയ ഒരു പരാമർശമൊക്കെ പലപ്പോഴും വേറെ രീതിയിൽ ഒന്ന് ബ്ലോ അപ്പ് ചെയ്തിട്ടുണ്ടാകാം. ഞാൻ അങ്ങനെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഇല്ല. പിൽക്കാലത്ത് പലരും അരവിന്ദനെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുക. അരവിന്ദൻ വളരെ കഴിവുള്ള ആളാണ്. എന്ന് മാത്രമല്ല, അരവിന്ദനെ ഈ രംഗത്തേക്ക് വരാൻ ശക്തിയായിട്ട് പ്രേരിപ്പിച്ച ഒരാളാണ് ഞാൻ. കാരണം ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു യാത്രയാവരുത് മലയാള സിനിമയിലെ പുതിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് പേര് കൂട്ടുകാർ വേണം. പത്മരാജന്, ഇവരൊക്കെ ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് ഇതിനകത്തേക്ക് വരാനായിട്ട്. സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ പത്മരാജനൊക്കെ ആദ്യം എന്നെ കൊണ്ട് കാണിക്കുകയും ഞാൻ അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇവിടെ വന്ന് പത്മരാജനോട് ട്രാൻസ്ഫർ വന്ന് തിരുവനന്തപുരത്ത് വന്ന് ആകാശവാണി ആയിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുകയും നല്ല ബന്ധമായിരുന്നു. ഒരിക്കലും അത് പോയിട്ടുമില്ല. പക്ഷേ ചിലർ വഴിതിരിച്ചു പോകും. പത്മരാജൻ വളരെ കൊമേഴ്ഷ്യലായിട്ട് പിന്നെ സക്സസ്ഫുൾ ആയി. കൊമേഴ്ഷ്യലാണെങ്കിൽ പോലും അതിൽ തന്നെയും കുറച്ച് ഭേദപ്പെട്ട പടങ്ങൾ എടുക്കാൻ കഴിഞ്ഞു. ഇവരൊക്കെ ഈ പറഞ്ഞ സമാന്തര സിനിമയിൽ അരവിന്ദനോട് എനിക്കുള്ള ഇഷ്ടവും അതായിരുന്നു. അരവിന്ദൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. കോംപ്രമൈസ് ചെയ്യാതെ അരവിന്ദൻ വിശ്വസിച്ച് തരം ഒരു സിനിമ എടുത്തിരുന്നു. പക്ഷേ അരവിന്ദൻ്റെ കൂടെ നടന്നവർ, അരവിന്ദന് ഈ ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും ആവശ്യമാണ്, നമുക്ക് ഒരു ഡൗട്ട്സ് വേണം, സംശയങ്ങൾ വേണം, നമ്മൾ ചെയ്ത് ശരിയാണോ എന്നിങ്ങനെ ഒരു അകലാപ്പ് വേണം, ഭയാശങ്കകൾ വേണം. ഇതൊക്കെ നമുക്കൊരു ആർട്ടിസ്റ്റിന് വേണ്ടതാണ്. അതെടുത്തു കളഞ്ഞിട്ട് ഇങ്ങനെ പുറകെ നിന്ന് പ്രോപ്പപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് പോകാൻ സമ്മതിച്ചില്ല അവർ. അതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അരവിന്ദൻ ഈ രംഗത്ത് വരണമെന്നും നമ്മൾ ഒത്തു തന്നെ മുമ്പോട്ട് പോകണം, നമ്മുടെ മലയാള സിനിമ നല്ല നിലയിൽ പോകണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അരവിന്ദനോട് എനിക്ക് സത്യം തോന്നേണ്ട യാതൊരു ആവശ്യമില്ല. ഇടക്കാലങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ തൽപര കക്ഷികൾ ഇതിങ്ങനെ ആക്കിയെടുത്താണ്.